Welcome to Homemade. ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഒരു ചീരക്കറിയാണ് കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ തേങ്ങയോ അല്ലെങ്കിൽ പരിപ്പോ ഒന്നും ചേർക്കാതെയാണ് ചെയ്തിരിക്കുന്നത്. വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ ഇതിനകത്ത് ഈ ഗ്രേവി നല്ല തിക്കായിട്ട് നല്ല കുറുകിയ ചാറോടുകൂടിയ ചീരക്കറി കിട്ടാനായിട്ട് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഗ്രേവിയൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ആദ്യം ഇതിന് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചൊരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനകത്തേക്ക് ഒരു മീഡിയം സൈസ് സവാള വലുതായിട്ട് തന്നെ അരിഞ്ഞത്, ചെറുതായിട്ടൊന്നും അരിയണ്ട. ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാനുള്ളതാണ്. അല്ലാതെ കൂടുതൽ നേരം ഇട്ട് വാട്ടി മുരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറുതായിട്ടാവുന്ന ട്രാൻസ്പെറൻ്റ് ആവുന്നവരെ മാത്രം ഒന്ന് വാട്ടിയെടുക്കുക. അല്ലെങ്കിൽ ആ സവോളയുടെ ഒരു പച്ചയായിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് അരപ്പിൽ ഫീൽ ചെയ്യും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ആദ്യം വഴറ്റി നമ്മൾ മാറ്റുന്നത്. ഇതാണ് നമ്മളിപ്പോൾ വഴറ്റിയെടുത്ത സവോള. പിന്നെ അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. കുറച്ച് കറിവേപ്പില, ഒരു 1-2 തണ്ട് കറിവേപ്പില, ഒരു വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, സാധാരണ നല്ല ജീരകം, അത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചക്കക്കുരു ആണ്. ഇത് ഞാനൊരു 15 ചക്കക്കുരു നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. കുക്കറിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്തതാണ്. നമുക്കഥവാ വെള്ളം അതിനകത്ത് മിച്ചം വേവിച്ചതിനകത്ത് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അരയ്ക്കാൻ നേരത്ത് അതിനകത്ത് ഒഴിച്ച് അരച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ചക്കക്കുരു വേവിച്ച വെള്ളം മിച്ചമുണ്ടെങ്കിൽ അത് ഇപ്പോൾ അരയ്ക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക. പോരാത്ത വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സവോള വഴറ്റിയ എണ്ണയില്ലേ, അതിനകത്തേക്ക് തന്നെ 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ചെറിയ ഉള്ളി ഒന്ന് മുരിഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ചൊന്ന് മുരിഞ്ഞു വരുമ്പോഴാണ് ആ ടേസ്റ്റ് കേട്ടോ. അപ്പം അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് ചീരയുടെ തണ്ട് ഞാൻ സെപ്പറേറ്റ് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അത് കുറച്ച് വേവ് ഉണ്ടാവും ഇലയേക്കാളും. അതുകൊണ്ട് അത് ആദ്യം ഇട്ട് കൊടുത്ത് 2 പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുറച്ച് മതി, ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം മതിയാകും. ആ ചീരയുടെ തണ്ടൊന്ന് വേകാൻ മാത്രം ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ആ തണ്ട് വെന്ത് കിട്ടും. ഒത്തിരി മൂത്ത തണ്ട് എടുക്കരുത്. അതിനുശേഷം അത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴേക്കും കംപ്ലീറ്റ് വേണ്ട ഒരു 1/4 ഭാഗം വേവാകുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 പച്ചമുളകും ചേർത്തിരുന്നു. 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പൊടികളൊന്നും ചെറുതായിട്ട് മൂപ്പിക്കുക. ആ പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 3 കപ്പ് ചീരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ സാധാരണ തോരൻ വയ്ക്കാൻ പരുവത്തിന് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതും കൂടെ ഒന്ന് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് ആ എണ്ണയിൽ തന്നെ കിടന്നത് വാടി വെന്ത് വരണം. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഈ എണ്ണയിൽ കിടന്ന് വാടി വരുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചീരയുടെ ഇലയല്ലേ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പം നന്നായിട്ട് നമ്മുടെ ചീരയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചീര നന്നായിട്ട് വെന്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരുവിൻ്റെയൊക്കെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആ ചക്കക്കുരു വേവിച്ച സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി പോരാത്ത ഉപ്പ് ഇത് കഴിഞ്ഞിട്ട് ചേർക്കാം. അപ്പോൾ ആ അരപ്പ് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത പേസ്റ്റാണ്. അതിനകത്തേക്ക് ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ നന്നായിട്ടെല്ലാം കഴുകി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ പോരാത്ത നമുക്ക് എത്ര ലൂസായിട്ടുള്ള ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തിളപ്പിച്ചാറിയ വെള്ളമോ ചെറു ചൂടുള്ള വെള്ളമോ ചേർക്കുന്നതായിരിക്കും നല്ലത്. വെറുതെ പച്ചവെള്ളം ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് അതായിരിക്കും. അല്ലെങ്കിൽ ഒരു പച്ചവെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. കഴിവതും ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് എത്ര ഗ്രേവി വേണമെന്നനുസരിച്ച് അത് കറക്റ്റ് പാകത്തിനാക്കി കൊടുക്കുക. ഉപ്പ് പോരാത്തത് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക്
ചെറിയൊരു പുളിപ്പ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 സ്പൂൺ തൈര് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം തൈര് പുളിപ്പ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ 1-2 സ്പൂൺ തൈര് ഈ സമയത്ത് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഓഫ് ചെയ്യാം. ഇതിപ്പം എല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല കുറുകിയ ചാറാണ്, നല്ല ടേസ്റ്റാണ്. ആ ചക്കക്കുരുവിൻ്റെ എല്ലാം ടേസ്റ്റ് നന്നായിട്ട് ആ ഗ്രേവിയിലുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ചീരക്കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.